സൈക്കിള് ചെറുതായിട്ട് പണി തന്നിട്ടായിരുന്നു. ആ കംപ്ലൈൻ്റ് ആയിട്ടില്ല, റെഡിയാക്കി. എന്നാ പോട്ടെന്നാ, എപ്പോഴെങ്കിലും വരാം. ആ പോട്ടെ. ചെറിയ നമ്മളപ്പോൾ അങ്ങനെ വീട്ടിൽ നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. 68 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് കാണിക്കണത്. ഇവിടുന്ന് ഇന്ന് എത്തുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളിറങ്ങി. ഇന്നലെയൊക്കെ നമ്മൾ നല്ല ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ മിന്നാന്ന് റൂം എടുത്തിട്ട് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെയാണെങ്കിൽ ഇന്നലെ നല്ല ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ഷീണമാണ്. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു. ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്നലെ നമുക്ക് തീരെ ചവിട്ടാൻ പറ്റണ്ടായിരുന്നില്ല. എനർജി ഫുള്ള് ഡൗൺ ആയിട്ടുണ്ടായി. അതാണ് നമ്മൾ ഇന്നലെ കൊല്ലത്ത് സ്റ്റേ ചെയ്തത്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ദൂരം നമ്മൾ ചവിട്ടിയിട്ടുണ്ടാവും. എന്നാൽ തീരെ പറ്റണ്ടായില്ല. അതായിരുന്നു. ഇപ്പോൾ നമ്മളെന്തായാലും തിരുവനന്തപുരം പോവുകയാണ്. 68 കിലോമീറ്റർ ഉണ്ട്. എന്നുവെച്ചാൽ ഇവിടെ റോഡിൻ്റെ അവിടെ തന്നെ ആയിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഇടുന്ന കാണിച്ചാൽ ഇതിൻ്റെ റോഡ് വരുന്ന ആ ഭാഗത്ത് ഇങ്ങനെ നമുക്ക് പോകാതെ അതിനടുത്ത് തന്നെ ഇവിടെ ഒരു ഇങ്ങനെ വ്യൂ കാണാനുള്ള സ്പോട്ടുകൾ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട്. വെള്ളത്തിലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് കൂമ്പാരാണ്. അടിപൊളിയൊക്കെ ഇവിടെ നോക്കാൻ. ഫുള്ള് ഇവിടെ ഇഷ്ടംപോലെ പൊടിക്കുട്ടികൾ, മീനുകളുണ്ട്. ഫുള്ള് ഡ്രസ്സ്, ചണ്ടികൾ, അങ്ങനെ കുറേ സാധനങ്ങളാണ് വെള്ളത്തിൽ. വലിയ വലിയ മീനൊന്നുമില്ല കേട്ടോ. ഫുള്ള് പീക്കിരി മീനുകൾ. ആ ഭാഗത്തൊക്കെ ആയിട്ട് തോണിയൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മളിനി ബീച്ച് സൈഡ് റോഡിൽ കൂടിയാണ് നമ്മളിനി കുറച്ച് ദൂരം പോകുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈവേക്ക് കയറും. ബീച്ച് സൈഡ് പോകുമ്പോൾ ഫുള്ള് നല്ല വെയിലാണ്. അതാണ് നമ്മൾ ബീച്ച് സൈഡ് അധികം പിടിക്കാത്തത്. ബീച്ച് കാണിച്ചാലോ. രാവിലെ അടിപൊളിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാലാണ് വെയിൽ വന്നാലാണ് നമുക്ക് ഈ സൈഡിൽ കൂടി ചവിട്ടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൂരം പോയിട്ട് ഹൈവേയിൽ കയറി. ഹൈവേയിലാണ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെല്ലെ എത്തുള്ളൂ. പക്ഷേ വെയിൽ കാര്യങ്ങളൊക്കെ ആ സൈഡ് കുറവായിരിക്കും തോന്നണേ. രാവിലെ കിട്ടില്ല വ്യൂ ആണ് ഇവിടെ ബീച്ച് സൈഡ്. പക്ഷേ ഒരു ഉച്ചയ്ക്ക് അങ്ങോട്ട് ആയിക്കഴിഞ്ഞ അവസ്ഥ. ഇപ്പുറത്തെ ബീച്ച്, ഇപ്പുറത്തെ കായൽ. എന്താ അടിപൊളിയൊക്കെ നടുക്ക് റോഡ് കിട്ടില്ലേ. ഇപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ ഹൈവേയിൽ നമ്മളിപ്പോൾ ഇത് സർവീസ് റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. ഹൈവേ ഫുള്ള് പണിയെടുക്കുകയാണ്. ഇതിൻ്റെ താഴത്തെയാണ് ഹൈവേ വരുന്നത്. ഹൈവേയിലൊക്കെ ഫുള്ള് പണിയെടുക്കുകയാണ്. തിരുവനന്തപുരം റോഡ് ഫുള്ളും പണിയെടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം മറ്റേ തീരദേശ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഫുള്ള് നല്ല കാറ്റായിരിക്കും. വണ്ടി നീങ്ങൂല ചവിട്ടിയിട്ട്. പിന്നെ നല്ല വെയിലും ഉണ്ടാവും. നമുക്ക് വെയിലില്ലാകൊണ്ടൊന്നും ചവിട്ടാൻ പറ്റില്ല ആ സൈഡ്. അപ്പോൾ അതാണ് നമ്മൾ ഈ റോഡ് പിടിച്ച്. ഇവിടെ സർവീസ് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ തന്നെ നല്ല തണലുണ്ട് ഈ സൈഡേ. കുറച്ചൊക്കെ നിന്നിട്ടൊക്കെ പോവുക. അതാണ് നമ്മളാണെങ്കിൽ കടി നിന്നിട്ടില്ല. കടി തന്നെ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്ത്. വീട്ടിൽ നിന്ന് അമ്മ നമുക്ക് കടി പാഴ്സലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ബാഗിൽ നമ്മളിങ്ങനെ കുത്തി തിരികെ വെച്ചിട്ടുണ്ട് നമ്മളെ രാവിലത്തെ കടി. ഇനിയിപ്പോൾ അത് എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്ക് തിന്നണം. എന്നിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സർവീസ് റോഡ് കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡ് നല്ല കയറ്റാണ്.
ടൗൺ ഏരിയയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ രാവിലത്തെ കടി പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് പാഴ്സലാക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ബായ് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോണ മെയിൻ റോഡാണ്. മെയിൻ റോഡിലൊക്കെ ഇരുന്ന് കഴിക്കേണ്ടത്. അതാണ് നമ്മൾ ബായിൻ്റെ വീട് എത്ര ചെയ്യും. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ മുറ്റത്ത് ഇരുന്നിട്ട് കഴിക്കുകയാണ് ഫുഡ്. ഇതിനെ കഴിച്ചിട്ട് മെല്ലെ പോവാം. 10 മണി കഴിക്കണം. അതാണ് ഞാൻ കഴിച്ചിട്ട്. ഇനി 29 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത്. നേരെ പോവാം. അപ്പോൾ വെച്ചാൽ നമുക്കാണല്ലോ എന്താ ആക്കി തന്നിക്കണം ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഇത് ഓട്ടോയുടെ വെള്ളപ്പം പിന്നെ 2 മുട്ട എന്താ മസാല എന്താക്കി വെച്ചിക്കണ്. മസാല എന്താക്കിയിട്ട് എടുത്തിക്കാണ്. പിന്നെ കടലക്കറി ഒക്കെ വായൻ്റെ ഇലയിൽ പൊഞ്ഞിട്ട് ആക്കി തന്നിക്കാണ്. ഇതിന് കഴിച്ചിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വച്ചാരം ഈ ബായിൻ്റെ ഇവിടുത്തെ വീട്ടിൻ്റെ ബായിൻ്റെ കൂട്ടുകാരൻ്റെ ആരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇരുന്നിട്ട് കടിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊരു കരിമ്പ് ജ്യൂസ് കുടിച്ച് നമുക്കിനി പോവാം. അപ്പോൾ വച്ചാൽ ഇപ്പോൾ 11 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം നമുക്കിനി 20 കിലോമീറ്ററാണ് നമുക്കിനി തിരുവനന്തപുരത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തും. നമുക്ക് 4 മണിക്ക് അവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ അടിയിൽ വോൾവോ ബസ്സില്ല, അത് അങ്ങനത്തെ ബസ്സാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ അടിയിലിട്ടിട്ട് കൊണ്ടുവരാനായിരിക്കും സാധ്യത. സൈക്കിള് ചോദിച്ചു നോക്കണം അവിടെ പോയിട്ട്. അല്ലെങ്കിൽ അതിലൊന്നും സംഭവിച്ചെങ്കിൽ അവിടുന്ന് കൊറിയർ അയക്കാനാണ് സൈക്കിൾ, ട്രെയിനിലോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും. അപ്പം അങ്ങനെയാണ് നമ്മൾ നോക്കണത്. അപ്പോൾ 20 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് വല്ല ചവിട്ടി പോവാം. 4 മണിക്ക് ബസ്സുണ്ട്, പിന്നെ 8 മണിക്ക് ബസ്സുണ്ട് കൽപ്പറ്റയ്ക്ക്, വയനാട്ടിലുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും. ഇവിടെയൊക്കെ ഹൈവേ പണി നടക്കുകയാണ് ഇത് ഫുള്ളും. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. ഈ താഴത്തെയാണ് ഹൈവേ വരുന്നത്. എന്താ പണിയെടുക്കണ കൊണ്ട് ഇവിടെ ഈ സർവീസ് റോഡിലാണ് നല്ല കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്. ചില ഭാഗത്ത് നല്ല ഇറക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് 11 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ ഹൈവേ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മേലത്തെ ഹൈവേ അല്ല, നമ്മൾ താഴത്തെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമുക്ക് മെല്ലെ പോവാം. അപ്പോൾ മച്ചാൻ വരെ ഓൾ കേരള റൈഡ് നമ്മളങ്ങനെ ഇപ്പോൾ 10 ജില്ല നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഒരു ജില്ലയും കൂടിയുണ്ട്, അത് തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മൾ മൊത്തം വയനാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, വയനാട്ടിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് പോയി, കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കൊച്ചി, പിന്നെ കൊച്ചി കഴിഞ്ഞിട്ട് ഏതാണോ കൊച്ചി കഴിഞ്ഞിട്ട് കൊല്ലം പിന്നെ ഇപ്പോൾ തിരുവനന്തപുരം. മൊത്തം 11 ജില്ലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 10 ജില്ല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ജില്ല കൂടിയാണ് ഉള്ളത്. നമ്മൾ 3 ജില്ല നമ്മൾ വിട്ടിട്ടുണ്ട്. ഒന്ന് ഇടുക്കിയൊക്കെ നല്ല കയറ്റായത് കൊണ്ട് ഇടുക്കിക്ക് നമ്മൾ പോയിട്ടില്ല. ഇടുക്കി ഒന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഏതറിയോ, കോട്ടയം നമ്മൾ പോയിട്ടില്ല, പത്തനംതിട്ട പോയിട്ടില്ല. ആ 3 ജില്ലയാണ് നമ്മൾ പോകാത്തത്. ബാക്കി എല്ലാ ജില്ലയ്ക്കും നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം.
ഓൾ കേരള റൈഡിനൊക്കെ നമുക്ക്. അപ്പോൾ ഓൾ കേരള സൈക്കിൾ റൈഡിന് നമുക്ക് വീഡിയോയിൽ വ്യൂസ് നല്ല കുറവാണ്. റൈഡിൽ നമുക്ക് വ്യൂസ് പറ്റ കുറവാണ് നമുക്ക്. അപ്പോൾ അതാണ്, റൈഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളെ വ്യൂസ് മാത്രം കുറവാണ്, അത് മാത്രമേ ഉള്ളൂ. എന്നാലും കുറച്ച് പേര് ആണെങ്കിലും അവരെങ്കിലും നമ്മളെ വീഡിയോ കാണാനുണ്ടായിട്ടുണ്ട്, അത് മതി. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇടും. ഇനി നമ്മൾ വയനാട്ടിലൊക്കെ പോയിട്ട് കുറേ ഓഫ് റോഡിങ് വീഡിയോ, പിന്നെ വയനാട്ടിലെ കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ ഇനി നമുക്ക് കാണിച്ചു തരാറുണ്ട്. അങ്ങനെ കുറേ ഓഫ് റോഡ് ട്രാക്കുകളുണ്ട്. എല്ലാം വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൾ കേരള കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് നമ്മൾ കാശ്മീർക്ക് പോകാനൊക്കെ ചെറിയൊരു പ്ലാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട്, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാശ്മീർ ട്രിപ്പൊക്കെ നമുക്കൊരു പ്ലാനിലുണ്ട്, നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതൊക്കെ പോകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം. അപ്പോൾ എന്തായാലും നമുക്കിനി തിരുവനന്തപുരം പിടിക്കാം. ഒടുക്കത്തെ ചൂട്. എൻ്റെ അമ്മ, ഈ പാലെല്ലാം കൊണ്ട് ഇവിടെ മാത്രം കുറച്ച് തണുപ്പുണ്ട്. തണലുണ്ട്. ഇവിടെ സർവീസ് റോഡ് വരുന്നൊക്കെ കുന്നിൻ്റെ മേലെ കൂടെ അപ്പുറത്ത് കൂടെ ഒക്കെ വരുന്നത്. ബാറ്ററി ഹൈവേ തന്നെ, മറ്റു കൂടെ കയറ്റം പാടാം. നമ്മളിപ്പോൾ ഒരു തണലിട്ടപ്പോൾ ഇവിടെ നിന്നാണ്. ഈ ഭാഗത്ത് നല്ലൊരു തണലുള്ളൂ. കുറച്ചുനേരം നമ്മൾ ഓൾ കേരള സൈക്കിൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ 11 ജില്ലയാണ് നമ്മളിപ്പോൾ അങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മളങ്ങനെ കവർ ചെയ്തത്. ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരമാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ലൊരു സ്പോട്ട് നമ്മൾ കണ്ടിട്ടില്ല, ഫോട്ടോ എടുക്കുക തമ്മിൽ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു അമ്പലത്തിൽ പോയി, കുളക്കല്ലേ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത്, അത്രേ ഉള്ളൂ. വേറെ പിന്നെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ ഉള്ളത് KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കണമെന്ന്. പിന്നെ വേറെ ഏതൊരു സ്പോട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയത് ഇവിടുന്ന് കുറച്ച് ലോങ്ങാണ്. പിന്നെ നമുക്ക് 4 മണിക്കാണ് ഇത്. ഇവിടെയാണെങ്കിൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷെ എൻ്റെ മുഖം മാത്രം ഫുള്ള് കറുത്തിട്ട്, ശരിക്കും വെളിച്ചത്തിൻ്റെ കുറവല്ല, കറുത്തു പോയതാണ് വെയിലത്ത്.
വെയിൽ കൊണ്ട് ചവിട്ടിയാണെങ്കിൽ കറുത്തങ്ങ് എത്തിക്കണോ മോനെ. നല്ല വെയിലുണ്ട്, കറുത്ത കരിവളിച്ച്. ഇനി അവിടെ പോയിട്ടൊന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഓൾ കേരള റൈഡ് നമ്മളങ്ങനെ കഴിഞ്ഞിക്കാണ്. ഇനി നിങ്ങളെ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി കുറേ വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.